നമസ്കാരം. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെതിരെ ഉണ്ടായ പ്രതിഷേധ സമരവുമായി ബന്ധപ്പെട്ട് എന്തൊരു ഭൂകമ്പമാണ് CPM കേരളത്തിന് മുഴുവൻ ഉണ്ടാക്കിയത്. മന്ത്രിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു, വധിക്കാൻ ശ്രമിച്ചു, കഴുത്തിൽ കറുത്ത തുണിയിട്ട് മുറുക്കാൻ ശ്രമിച്ചു, കയ്യിൽ മുറിവുണ്ടാക്കി തുടങ്ങി നട്ടാൽ കുരുക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നിരന്തരമായ CPM നേതാക്കൾ ഉന്നയിക്കുകയായിരുന്നു. അതേസമയം ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളിലൊന്നും തന്നെ മന്ത്രിയെ കയ്യേറ്റം ചെയ്യുന്നതിൻ്റെ ലക്ഷണം പോലുമില്ല. KSC പ്രവർത്തകർ ആപ്പാടെ 3-4 പേരാണ് ഉണ്ടായിരുന്നത്. അവരെ പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്നത് നമുക്ക് കാണാനും കഴിയും. ഏതായാലും മന്ത്രിയുടെ നില അത്ര ഭദ്രമല്ല എന്നൊക്കെ രീതിയിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. പക്ഷേ ഇന്ന് രാവിലെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് മന്ത്രി ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് എസ്കേപ്പ് ആയിരിക്കുകയാണ്. മന്ത്രി നേരെ തിരുവനന്തപുരത്തേക്കാണ് വരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മന്ത്രിയെ ചികിത്സിക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. പുലർച്ചെ 4 മണിക്ക് കാറിലാണ് മന്ത്രി അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇത്രയും ഗുരുതരമായൊരു ആരോഗ്യാവസ്ഥയുള്ള, പ്രത്യേകിച്ച് കഴുത്തിന് വലിയ തോതിലുള്ള ക്ഷതമേറ്റു എന്ന് പറയപ്പെടുന്ന മന്ത്രി കാറിൽ എങ്ങനെയാണ് ഇത്രയും ദൂരം ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയുക? കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ മന്ത്രിയെ ഒരു സ്ലീപ്പർ കോച്ചിൽ, ട്രെയിനിൽ സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത് അതിൽ വരാമായിരുന്നു. ആംബുലൻസ് കൊണ്ടുവരാമായിരുന്നു തിരുവനന്തപുരത്തേക്ക്. ഇതൊന്നും അല്ലെങ്കിൽ സർക്കാരിൻ്റെ കൈവശം ഇരിക്കുന്ന ഹെലികോപ്റ്ററുണ്ട്, അതിൽ വേണമെങ്കിൽ മന്ത്രിയെ കൊണ്ടുവരാം. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്താൻ എത്രയോ മാർഗങ്ങൾ ഉണ്ടായിരിക്കെ ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാൾ എങ്ങനെയാണ് തിരുവനന്തപുരം വരെ നിവർന്നിരുന്ന് കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ഇവിടെ വരുന്നുണ്ട്. ഏതായാലും ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, മന്ത്രിയുടെ മുന്നിലുള്ള ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് CPM നടത്തിയ നാടകം പൊളിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇത്രയും പുലർച്ചെ ഒരുപക്ഷെ മന്ത്രി ഇവിടെ നിന്ന് പുറപ്പെടാനുള്ള കാരണങ്ങളിലൊന്നും വഴിനീളെയുള്ള പ്രതിഷേധം ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ ആയിരിക്കാം. അതിനുവേണ്ടി തന്നെയാണോ മന്ത്രിക്ക് മുന്നിൽ പ്രതിഷേധം നടത്തിയ ഒരു KSC പ്രവർത്തകൻ്റെ വീടിന് നേരെ CPM പ്രവർത്തകർ ബോംബേർ നടത്തിയതെന്നും സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും. ഏതായാലും മന്ത്രി കണ്ണൂരിൽ നിന്ന്, കേരളത്തിൻ്റെ വടക്കേറ്റത്ത് നിന്ന് തെക്കേറ്റം വരെ ഒറ്റയടിക്ക് കാറിൽ യാത്ര ചെയ്ത് എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അതിനിടയിലാണ് മറ്റ് തമാശ കൂടി നടന്നത്. മന്ത്രി ICUയിൽ കഴിയുമ്പോൾ ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർ, ജീവനക്കാരികൾ മന്ത്രിക്കൊപ്പം നിന്ന് സെൽഫി എടുത്തിട്ടുണ്ട്. മന്ത്രിയും അവിടുത്തെ ജീവനക്കാരികളെല്ലാം തന്നെ ചിരിച്ചുകൊണ്ടാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നത്. കഴുത്തിന് ഗുരുതരമായ ക്ഷതമേറ്റ, കഴുത്ത് നേരെ തിരിക്കാൻ പോലും പറ്റാത്ത ഒരു മന്ത്രി എങ്ങനെയാണ് ICUവിനുള്ളിൽ ഇത്രയും വിടർന്ന ചിരിയോടുകൂടി ഈ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരോടൊത്ത് സെൽഫി എടുക്കുക എന്നുള്ള ചോദ്യവും അവിടെ അവശേഷിക്കുന്നുണ്ട്. ഏതൊരു ആശുപത്രി സൂപ്രണ്ട് ഈ ആരോഗ്യ പ്രവർത്തകരുടെ നടപടി അന്വേഷണം നടത്തുമെന്നൊക്കെയാണ് പറയുന്നത്. എങ്കിലും ഈ ഒരു സെൽഫി ധാരാളം മതി, മന്ത്രിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ഇങ്ങനെ CPM നടത്തിയ ഒരു നാടകം കൂടി പൊളിയുന്നതിൻ്റെ ഒരു ചമ്മൽ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ CPM നേതാക്കൾക്ക് ഉള്ളത്. മന്ത്രിക്ക് പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു അസുഖം ബാധിക്കാനും അതിൻ്റെ പേരിൽ പലരെയും അറസ്റ്റ് ചെയ്ത് ജയിലിടാനുമൊക്കെ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ തന്നെ തങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ അപഹാസ്യരാവുകയാണ് എന്നുള്ള സത്യം CPMലെ ഒരു വിഭാഗം നേതാക്കൾക്കെങ്കിലും നന്നായിട്ടറിയാം. ഒരുപക്ഷെ അവരെങ്ങാനും ചൂണ്ടിക്കാട്ടിയിട്ടായിരിക്കാം ഇനി മന്ത്രി കണ്ണൂരിലെ ആശുപത്രിയിൽ കിടക്കേണ്ടതില്ല, തിരുവനന്തപുരത്തേക്ക് പോരാം എന്ന് തീരുമാനിച്ചത്. പക്ഷേ ഒരുപക്ഷെ പ്രതിഷേധക്കാരെ ഭയന്നു തന്നെ ആയിരിക്കാം ഈ നേരം വെളുക്കുന്നതിന് മുമ്പേ അതിരാവിലെ 4 മണിക്ക് മന്ത്രി കണ്ണൂരിൽ നിന്ന് കാർ മാർഗം തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും കണ്ണൂരിലേക്കൊക്കെ യാത്ര ചെയ്യുന്നത് പലപ്പോഴും ട്രെയിനിലാണ്. വിമാന സർവീസ് ഉള്ള സമയത്തായിരുന്നെങ്കിൽ വിമാനത്തിൽ യാത്ര ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വലിയ തോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആരോഗ്യമന്ത്രി എങ്ങനെയാണ് ഈ കാറിൽ യാത്ര ചെയ്യുന്നത് എന്നുള്ള സംശയമാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും ഉയർത്തുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും വളരെ വിചിത്രവും രസകരവുമായ ഒരുപാട് കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ നമുക്ക് പലതും കൊടുക്കാൻ കൊള്ളുകയില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എങ്കിൽ പോലും അങ്ങേറ്റം മന്ത്രിയെയും CPMനെയും ഇക്കാര്യത്തിൽ പരിഹസിക്കുന്ന കമൻറ്റുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ശരിക്കും പറഞ്ഞാൽ മന്ത്രിയുടെ ആ ആശുപത്രിവാസം ആരംഭിച്ചത് മുതൽ തന്നെ വലിയ തോതിലുള്ള പൊങ്കാലയാണ് നടക്കുന്നത്. കാരണം അവിടെ ഉണ്ടായ സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ തന്നെ മന്ത്രിക്ക് നേരെ ആരാണ് ആക്രമണം നടത്തിയതെന്ന് ഒരിക്കലും ആർക്കും വ്യക്തമാകുന്നില്ല. സോഷ്യൽ മീഡിയയിൽ പലരും ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു കാര്യമാണ്. തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനും സംഘവും KSRTC ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാൻ നടത്തിയ ആ ഒരു സംഭവത്തിൽ പിന്നീട് CCTV ദൃശ്യങ്ങൾ അപ്രത്യക്ഷമാവുകയായിരുന്നു. അതുപോലെ ഈ റെയിൽവേ സ്റ്റേഷനും സംസ്ഥാന സർക്കാരിൻ്റെ വകയായിരുന്നുവെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 55ഓളം CCTV ക്യാമറകളാണ് ഉള്ളത്. അതിലെല്ലാം തന്നെ ദൃശ്യങ്ങൾ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ അവർക്ക് കഴിയുമായിരുന്നു. പക്ഷേ എത്രത്തോളം CPM ശ്രമിച്ചിട്ട് അല്ലെങ്കിൽ പോലീസ് ശ്രമിച്ചിട്ടും ഒന്നും തന്നെ ഈ പ്രതിഷേധക്കാർ മന്ത്രിയെ കയ്യേറ്റം ചെയ്തതിൻ്റെ ഒരു ദൃശ്യങ്ങളും കാണുന്നില്ല എന്ന് മാത്രമല്ല, ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർ മന്ത്രിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടയിലാണോ മന്ത്രിക്ക് കഴുത്തിന് ക്ഷതമേറ്റതെന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടത്. കാരണം മന്ത്രിയുടെ മുന്നിൽ കൂടി ഓടുന്ന കടും നീല സഫാരി സൂട്ട് ധരിച്ച വ്യക്തി മന്ത്രിയുടെ ഗൺമാനാണ്.
അതുപോലെ അവിടെ ഉണ്ടായിരിക്കുന്നവരൊക്കെ തന്നെ പോലീസുകാരാണ്. നമുക്ക് തന്നെ ദൃശ്യങ്ങൾ കാണാം. ഒരു വനിതാ പോലീസുകാരി മന്ത്രിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ നോക്കുന്നു, വേറെ പുരുഷ പോലീസ് മന്ത്രിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു, തുടങ്ങി ഒരുപാട് ദൃശ്യങ്ങളിൽ വരും. ഇതിൻ്റെ അയലത്തൊന്നും തന്നെ ഈ പ്രതിഷേധക്കാരെ KSUക്കാരെ കാണാനുമില്ല. ഏതാണ്ട് 3-4 പേര് അടങ്ങുന്ന KSU സംഘവും 40ഓളം വരുന്ന പോലീസ് സംഘവുമാണ് അവിടെ ഉണ്ടായിരുന്നത്. അഥവാ ഇനി KSU പ്രവർത്തകർ ഒരു ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിൽ അത് പോലീസിൻ്റെ വീഴ്ചയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു മന്ത്രിക്ക് സുരക്ഷ നൽകാൻ പോലും അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന് നാണക്കേടാണ്. ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് മന്ത്രി 3-4 പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടിയാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. പിന്നീട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ പ്രതിഷേധം നടക്കുമ്പോഴും മന്ത്രി തൻ്റെ കൈവശം ഉണ്ടായിരുന്ന ബാഗും മറ്റും സഹകരിപ്പിച്ചതിന് ശേഷം മന്ത്രി ഇറങ്ങി നേരെ അവർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ചെല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതൊന്നും തന്നെ സാധാരണഗതിയിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരാരും ചെയ്യുന്നൊരു കാര്യമല്ല. എത്രയും നേതാക്കന്മാർ ആരെല്ലാം എവിടെയെല്ലാം തടഞ്ഞു വെച്ചിരിക്കുന്നു, പ്രതിഷേധിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ CPM തന്നെയാണ് ഏത് രാഷ്ട്രീയക്കാരെക്കാളും നേതാക്കന്മാരെ വളഞ്ഞു വെച്ച് തല്ലാനും ആക്രമിക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. പണ്ട് കേരളത്തിലെ ഒരു ഗവർണറെ പോലും ഇത്തരത്തിൽ തിരുവനന്തപുരം പേട്ടയിൽ വെച്ച് തടഞ്ഞു നിർത്തിയ സംഭവം നമുക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നാടകം പൊളിഞ്ഞ സ്ഥിതിക്ക് ഇനി തൽക്കാലത്തേക്ക് മന്ത്രിയെ തിരുവനന്തപുരത്ത് എത്തിച്ച് ഈ നാണക്കേടിൽ നിന്ന് തല ഊരുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ CPM നേതൃത്വം ലക്ഷ്യമിടുന്നത് എന്നാണ് മന്ത്രിയുടെ ഈ അവിചാരിതമായ ഈ പെട്ടെന്നുള്ള തിരുവനന്തപുരം യാത്രയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.